ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് 6ാമത്തെ ചാപ്റ്ററാണ്. ലോഹങ്ങളും അലോഹങ്ങളും നോക്കാം. നിങ്ങളുടെ അടുക്കളയിൽ പലതരം പാത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ. ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നിർമ്മിക്കാൻ സാധാരണയായി ഏതെല്ലാം പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കുന്നത്? നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. ഒരു പരന്ന പാത്രത്തിൽ വെള്ളം എടുക്കുക. ഒരു സ്റ്റീൽ തവിയും മരത്തവിയും വെള്ളത്തിലിട്ട ശേഷം വെള്ളം തിളപ്പിക്കുക. 2 തവികളിലും തൊട്ടു നോക്കൂ. ഏതിലാണ് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്? കാരണം എന്ത്? ഏതിലായിരിക്കും? സ്റ്റീലിലായിരിക്കും. ഇടിമിന്നലുള്ള സമയങ്ങളിൽ ഇരുമ്പ് പോലുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ സന്ദർഭങ്ങളിലെല്ലാം ലോഹങ്ങളുടെ ഏതെല്ലാം സവിശേഷതകളാണ് പ്രകടമാകുന്നത്? നൽകിയിരിക്കുന്ന പട്ടിക പൂരിപ്പിക്കുക എന്നാണ്. അപ്പം ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന സവിശേഷത എന്താണ് നോക്കാം. ചുറ്റിക. അപ്പോൾ കടുപ്പമാണ്. ആണിയൊക്കെ തിറയ്ക്കാൻ വേണ്ടിയിലേക്ക് അപ്പോൾ കടുപ്പമായിട്ടുള്ള സാധനം വേണം. അതാണ് ചുറ്റിക ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത സ്റ്റീൽ പാത്രം. അതെന്താണ്? താപചാലകതയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് സാധനമൊക്കെ വേവിച്ചെടുക്കാൻ പറ്റുന്നത്. ഇനി വൈദ്യുത ടവർ ആണെങ്കിൽ വൈദ്യുത ചാലകത. സ്വർണ്ണാഭരണങ്ങൾ തിളക്കം. പിന്നെ മണിയാണെങ്കിലോ മണി അങ്ങനെയുള്ള സൈക്കിളിൻ്റെ ബില്ല് അങ്ങനെയുള്ള സാധനങ്ങൾ അത് ശബ്ദമുണ്ടാക്കാനുള്ള കഴിവാണ്. അപ്പോൾ ലോഹങ്ങളുടെ മറ്റേതെല്ലാം സവിശേഷതകൾ നിങ്ങൾക്കറിയാം. ഇരുമ്പ്, ചെമ്പ്, സ്വർണം, വെള്ളി, അലൂമിനിയം തുടങ്ങിയ ലോഹങ്ങൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നവയായതിനാൽ സുപരിചിതങ്ങളാണ്. മറ്റേതെല്ലാം ലോഹങ്ങൾ നിങ്ങൾക്കറിയാം. വിവിധ ലോഹങ്ങളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്താനെന്നാണ് പറഞ്ഞത്. അപ്പം മാലിയബിലിറ്റി. ഇരുമ്പ് പണിക്കാരൻ എന്താണ് ചെയ്യുന്നത്? ചുറ്റിക കൊണ്ട് ലോഹ കഷ്ണത്തിൽ അടിക്കുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഇതുപോലെ അലൂമിനിയം കമ്പിയിൽ ചുറ്റിക കൊണ്ട് അടിച്ചു നോക്കൂ. ഗുളികകളും ആഹാര സാധനങ്ങളും പൊതിയുന്നതിന് ഉപയോഗിക്കുന്ന അലൂമിനിയം ഫോയിൽ കണ്ടിട്ടില്ലേ? ലോഹങ്ങളുടെ ഏത് സവിശേഷതയായിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത്? അപ്പോൾ ലോഹങ്ങളെ പൊതുവെ അടിച്ചു പരത്തി തകിടുകളാക്കാൻ കഴിയും. ലോഹങ്ങളുടെ ഈ സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ലോഹങ്ങളെ അടിച്ചു പരത്തി നേർത്ത തകിടുകളാക്കി മാറ്റാൻ പറ്റുന്ന ആ സവിശേഷതയാണ്. ഈ പാത്രങ്ങൾ, ഷീറ്റുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതൊക്കെ ഈ മാലിയബിലിറ്റി എന്ന് പറയുന്നൊരു സവിശേഷത ഉള്ളത് കൊണ്ടാണ് ലോഹങ്ങൾക്ക്. എല്ലാ ലോഹങ്ങളുടെയും മാലിയബിലിറ്റി ഒരുപോലെയല്ല. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? സ്വർണ്ണമാണ്. ലോഹങ്ങളുടെ മാലിയബിലിറ്റി പ്രയോജനപ്പെടുത്തുന്നതിന് ഉദാഹരണമാണ് കെട്ടിടത്തിൻ്റെ മേൽക്കൂര നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ഷീറ്റുകൾ, പിന്നെ ഗുളികകളും ആഹാര സാധനങ്ങളും പൊതിയുന്ന അലൂമിനിയം ഫോയിൽ, ആഭരണ നിർമ്മാണമൊക്കെ. ഇനി ഡക്റ്റിലിറ്റി എന്താണ്? ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാം. ലോഹങ്ങളുടെ ഈ സവിശേഷതയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. സ്വർണം, ചെമ്പ് മുതലായ ലോഹങ്ങളെ വളരെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയും. ഡക്റ്റിലിറ്റി വളരെ കൂടിയ ലോഹമാണ് സ്വർണവും പ്ലാറ്റിനവും. ലോഹങ്ങളുടെ ഡക്റ്റിലിറ്റി പ്രയോജനപ്പെടുത്തുന്ന നിരവധി സന്ദർഭങ്ങളുണ്ടല്ലോ. അതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? വൈദ്യുത കമ്പികൾ, പിന്നെ ഫിലമെൻ്റ് ഉണ്ടല്ലോ, ടങ്സ്റ്റൺ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ബൾബ് ഫിലമെൻ്റ് അത് ഉപയോഗിക്കുന്നത്. ഇനി വൈദ്യുത ചാലകത. ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ഉപയോഗിച്ച് ബൾബ് കത്തുന്നതായിട്ട്. ലോഹങ്ങൾ വൈദ്യുതി കടത്തിവിടുന്നു. എന്നാൽ എല്ലാ ലോഹങ്ങളും ഒരുപോലെയല്ല വൈദ്യുതി കടത്തിവിടുന്നത്. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുത ചാലകത എന്താണ്? ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത. എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം എന്ന് പറയുന്നത് വെള്ളിയാണ്. വെള്ളി, ചെമ്പ്, സ്വർണം, അലൂമിനിയം ഇവയുടെ വൈദ്യുത ചാലകത ചുവടെ നൽകിയിരിക്കുന്ന രീതിയിലാണ്. വെള്ളിക്കാണ് കൂടുതൽ, അതിനെക്കാട്ടി കുറച്ച് വരുന്നത് ചെമ്പ്, പിന്നെ അതിലും കുറവ് വരുന്ന സ്വർണം, അതിലും കുറവ് വരുന്നതാണ് അലൂമിനിയം എന്ന് പറയുന്നത്. ഇത്രയിലും 4 ഇനി താപചാലകത അഥവാ ഹീറ്റ് കണ്ടക്ടിവിറ്റി എന്താണ്? സാധാരണയായി പാചകപാത്രങ്ങൾ
നിർമ്മിക്കാൻ ലോഹങ്ങൾ ഉപയോഗിക്കുന്നു. ലോഹങ്ങളുടെ ഏതെല്ലാം സവിശേഷതകളായിരിക്കും ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. ലോഹങ്ങളുടെ താപം കടത്തിവിടാനുള്ള കഴിവാണല്ലോ ഇവിടെ പ്രധാനമായും പ്രയോജനപ്പെടുത്തുന്നത്. താപം കടത്തിവിടാനുള്ള കഴിവ് അഥവാ താപചാലകത ലോഹങ്ങളുടെ ഒരു സവിശേഷതയാണ്. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച താപചാലകം വെള്ളിയാണ്. താരതമ്യേന താപചാലകത കൂടിയവയാണ് അലൂമിനിയം, ചെമ്പ് എന്നിവ. അലോഹമായ കാർബണിന്റെ 2 പ്രധാന രൂപാന്തരങ്ങളാണ് വജ്രവും ഗ്രാഫൈറ്റും. വജ്രത്തിന്റെയും ഗ്രാഫൈറ്റിന്റെയും വിവിധ തരം ഉപയോഗങ്ങൾക്ക് കാരണം അവയുടെ സവിശേഷതകളാണ്. താപചാലകത കൂടിയ പദാർത്ഥങ്ങളിൽ ഒന്നാണ് വജ്രം. ഗ്രാഫൈറ്റിന് ഉയർന്ന വൈദ്യുത ചാലകതയാണ് ഉള്ളത്. അതിനാൽ ഇലക്ട്രോഡായിട്ട് ഗ്രാഫൈറ്റ് ഉപയോഗിക്കും. അപ്പോൾ ഗ്രാഫൈറ്റിന് ഉയർന്ന വൈദ്യുത ചാലകതയാണുള്ളത്. താപചാലകത കൂടിയതാണ് വജ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഗ്ലാസ് മുറിക്കാൻ വജ്രം ഉപയോഗിക്കുന്നതിന് കാരണം അതിൻ്റെ ഉയർന്ന കാഠിന്യമാണ്. വജ്രത്തിലും ഗ്രാഫൈറ്റിലും കാർബൺ ആറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനുള്ള വ്യത്യാസമാണ് അവയുടെ തികച്ചും വ്യത്യസ്തമായ സവിശേഷതകൾക്ക് കാരണം. അടുത്ത സോണാരിറ്റി എന്താണ്? ലോഹങ്ങളിൽ തട്ടുമ്പോൾ പ്രത്യേക ശബ്ദം ഉണ്ടാകുന്നു. മണികൾ, ചിലങ്കകൾ, പിന്നെ ഇലത്താളം എന്നിവയെല്ലാം ഉണ്ടാക്കാൻ ഈ ഗുണമാണ് ഉപയോഗിക്കുന്നത്. സ്കൂളുകളിലെ മണി മുഴങ്ങുന്നത് ദൂരെ നിന്നാലും കേൾക്കാൻ സാധിക്കുന്നത് സൊണാരിറ്റി കൊണ്ടാണ്. ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ പ്രത്യേകതര ശബ്ദം പുറപ്പെടുവിക്കാൻ ലോഹങ്ങൾക്ക് കഴിവുണ്ട്. ഈ കഴിവിനെയാണ് സൊണാരിറ്റി എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ലോഹദ്യുതി എന്താണെന്ന് നോക്കാം. ലോഹങ്ങളുടെ പ്രതലത്തിൻ്റെ അതായത് ഒരു പ്രതലത്തിൽ തിളക്കം കാണത്തില്ല, അതാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. ഒരു ഇരുമ്പാണി എടുത്ത് സാൻഡ് പേപ്പർ കൊണ്ട് ഉരസി നോക്കൂ, എന്തു മാറ്റമാണ് സംഭവിക്കുന്നത്? സ്വർണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങൾക്ക് സ്വാഭാവികമായി തന്നെ തിളക്കമുണ്ട്. ഒരു കഷ്ണം സോഡിയം കത്തി ഉപയോഗിച്ച് മുറിക്കുന്നത് നിരീക്ഷിക്കൂ. പുതിയതായി രൂപം കൊള്ളുന്ന പ്രതലത്തിൽ തിളക്കമുള്ളതായി കാണുന്നില്ലേ? അപ്പോൾ ലോഹങ്ങളുടെ പ്രതലത്തിലെ ഈ തിളക്കത്തെയാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. ചില ലോഹങ്ങൾ മുറിക്കുമ്പോഴോ ഉരസുമ്പോഴോ ആണ് ലോഹദ്യുതി സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഈ പ്രത്യേകതയാണ് എന്ത് പറയുന്നത്? ലോഹദ്യുതി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപയോഗിക്കുന്ന ഉദാഹരണമാണ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഇത് ഉപയോഗപ്പെടുത്തുന്നു. ഇനി കാഠിന്യം അഥവാ ഹാർഡ്നെസ്. സോഡിയം ലോഹം കത്തി ഉപയോഗിച്ച് എളുപ്പത്തിൽ മുറിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായല്ലോ. ചെമ്പ്, അലുമിനിയം, സ്വർണം മുതലായവ ഇങ്ങനെ മുറിക്കാൻ പറ്റുമോ? ഇല്ല. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ മൃദുലോഹങ്ങളാണ്. എന്നാൽ മറ്റു ലോഹങ്ങൾ കാഠിന്യമുള്ളവയാണ്. ഈ ലോഹങ്ങളെ പൊതുവെ ലോഹങ്ങൾ മിക്കവാറും ഉള്ളതെല്ലാം കാഠിന്യമുള്ളവയാണ്. അപ്പോൾ പൊതുവെ ഖരാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങളും ഉണ്ടോ? ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ദ്രവനിലയാണ് ഉള്ളത്. എന്നാൽ ഗാലിയം, സീസിയം എന്നിവ താഴ്ന്ന നിലയിലുള്ള ലോഹങ്ങളാണ്. താഴ്ന്ന ദ്രവനിലയുള്ള ലോഹങ്ങളാണ്. നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചാൽ അവ ഉരുകുന്നതായിട്ട് കാണാം. അതേതാണ്? ഗാലിയം, സീസിയം. അപ്പോൾ ഗാലിയം, സീസിയം താഴ്ന്ന ദ്രവ്യനിലയുള്ള ലോഹമാണ് ഗാലിയം, സീസിയം. നല്ല ചൂടുള്ള ദിവസങ്ങളിൽ ഇവ ദ്രാവക അവസ്ഥയിൽ കാണപ്പെടും. അപ്പോൾ ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന തിളനിലയാണ് ഉള്ളത്. ഉയർന്ന ബോയിലിംഗ് പോയിന്റാണ് ലോഹങ്ങൾക്ക് ഉള്ളത്. ഇരുമ്പാണി, അലൂമിനിയം കമ്പി തുടങ്ങിയ പലതരം ലോഹവസ്തുക്കൾ, ചെറിയ മരക്കഷ്ണം, കരിക്കട്ട, തെർമോക്കോൾ, കോക്ക് മുതലായ ഓരോന്നായിട്ട് ഒരു ബീക്കറിൽ ജലത്തിലിടുക. ഏതൊക്കെ വസ്തുക്കളാണ് താണു പോകുന്നത്? അപ്പം ഏതൊക്കെയാണ് പൊങ്ങിക്കിടക്കുന്നത്? ഇരുമ്പ് ആണിയൊക്കെ താന്നു കിടക്കും. ബാക്കി കരിക്കട്ട, തെർമോക്കോൾ, കോർക്ക് അതൊക്കെ എന്താവും? പൊങ്ങിക്കിടക്കും. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന സാന്ദ്രതയുണ്ട്. കുറഞ്ഞ സാന്ദ്രതയുള്ളവയാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ. പൊതുവെ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നതും ഉയർന്ന താപ വൈദ്യുത
ചാലകതകൾ കാണിക്കുന്നതും തിളക്കവും കാഠിന്യവുമുള്ള വസ്തുക്കളാണ് ലോഹങ്ങൾ എന്ന് പറയുന്നത്. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ. ഗാലിയം, സീസിയം ഒക്കെ കൈ വെച്ചാൽ ഉരുകിപ്പോകും. അപ്പം അത് താഴ്ന്ന ദ്രവനിലയുള്ളവയാണ്. ഇനി അലോഹങ്ങൾ. ലോഹങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അലോഹങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമായിരിക്കും? ലോഹങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അലോഹങ്ങൾക്ക് പൊതുവെ കാഠിന്യം കുറവാണ്, സൊണാരിറ്റി പ്രകടിപ്പിക്കുന്നില്ല, സാധാരണയായി താപചാലകങ്ങളല്ല. ലോഹങ്ങളും അന്തരീക്ഷ വായുവും തമ്മിലുള്ള ബന്ധം നോക്കാം. കത്തി ഉപയോഗിച്ച് സോഡിയം മുറിച്ചപ്പോൾ രൂപം കൊണ്ട പ്രതലം ശ്രദ്ധിക്കൂ. അല്പനേരം വായുവിൽ തുറന്നു വെച്ച ശേഷം ഇത് നിരീക്ഷിക്കൂ. എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത്? ലോഹദ്യുതി നഷ്ടപ്പെടാൻ കാരണം എന്തായിരിക്കും? സോഡിയവും വായുവിലെ ഘടകങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഇതിന് കാരണം എന്ന് പറയുന്നത്. അലൂമിനിയം കൊണ്ടുണ്ടാക്കിയ പഴയ വസ്തുക്കളുടെ ഉപരിതലം മങ്ങി നിൽക്കുന്നതായി ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു അലൂമിനിയം കമ്പി സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരಸಿ നോക്കൂ. എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഇതുപോലെ ചെമ്പ്, മഗ്നീഷ്യം തുടങ്ങിയ മിക്ക ലോഹങ്ങളും അന്തരീക്ഷ വായുവുമായിട്ട് പ്രവർത്തിക്കുന്നവയാണ്. മഗ്നീഷ്യം വായുവിലെ ഓക്സിജനുമായി, അതായത് മഗ്നീഷ്യം റിബൺ കത്തിക്കുമ്പം വായുവിലെ ഓക്സിജനുമായി ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. ആ പ്രവർത്തനമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ചുവന്ന ലിറ്റ്മസ് പേപ്പർ അത് ലയിപ്പിച്ച് ഈ മഗ്നീഷ്യം ഓക്സൈഡ് ഒരു ബീക്കറിലെ ജലത്തിൽ ലയിപ്പിക്കാനെന്നാണ് പറയുന്നത്. ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ നീല നിറമായിട്ട് മാറുന്നു. ഇത് ക്ഷാരഗുണത്തെയാണ് സൂചിപ്പിക്കുന്നത്. മഗ്നീഷ്യം ഓക്സൈഡ് ജലത്തിൽ ലയിച്ചുണ്ടാവുന്ന മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആണ്. വെള്ളി, സ്വർണം, പ്ലാറ്റിനം മുതലായവ ഒഴികെയുള്ള മിക്ക ലോഹങ്ങളും വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡ് ഉണ്ടാക്കുന്നു. മിക്ക ലോഹ ഓക്സൈഡുകളും ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ ബേസിക് സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. ചില ലോഹങ്ങൾ ഓക്സിജന് പുറമെ വായുവിലുള്ള ജലാംശം, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ മറ്റു ഘടകങ്ങളുമായും പ്രവർത്തിക്കുന്നു. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവമുള്ളവയാണ്. ഇനി അലോഹ ഓക്സൈഡുകൾ എന്താണ്? കാർബൺ സംയോജിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുവെന്ന് അറിയാമല്ലോ. CO2. സോഡാവെള്ളം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാമോ? ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചാണ് സോഡാവെള്ളം ഉണ്ടാക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടി ചേർത്ത് ആണ് എന്തുണ്ടാവുന്നത്? സോഡ ഉണ്ടാകുന്നത്, അതായത് H2CO3 ഉണ്ടാകുന്നത്. സോഡാ വെള്ളത്തിൽ ആസിഡിൻ്റെ സ്വഭാവമാണ് ഉള്ളത്. ഇതിൽ കാർബോണിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അലോഹ ഓക്സൈഡുകൾ പൊതുവെ അസിഡിക് സ്വഭാവമാണ് ഉള്ളത്. അലോഹ ഓക്സൈഡുകൾക്ക് അസിഡിക് സ്വഭാവമാണുള്ളത്. ലോഹ ഓക്സൈഡുകൾക്ക് ബേസിക് സ്വഭാവമാണുള്ളത്. ഇനി എന്താണ് ലോഹനാശനം? എന്താണ്? അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇരുമ്പ് കത്തികൾ നന്നായി തുടച്ച് ജലാംശം നീക്കം ചെയ്ത് സൂക്ഷിച്ചില്ലെങ്കിൽ തുരുമ്പിക്കുന്നതായി കണ്ടിട്ടില്ലേ? ചെമ്പ് ക്ലാവ് പിടിക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായി പ്രവർത്തിക്കുന്നതാണ് ഇതിന് കാരണം. അലൂമിനിയത്തിൻ്റെ ഉപരിതലം തിളക്കം നഷ്ടപ്പെട്ട് മങ്ങിയിരിക്കുന്നതിന് കാരണവും ഇതാണ്. ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സംയുക്തങ്ങളായി മാറുന്നു. ഈ പ്രക്രിയയെ ലോഹനാശനം എന്ന് പറയുന്നു. ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രക്രിയയെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഇനി ലോഹനാശനം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? ലോഹനിർമ്മിതമായ വസ്തുക്കൾ ബലക്ഷയം മൂലം പൊട്ടിപ്പോകുന്നു. പിന്നെ വൈദ്യുത സർക്യൂട്ടുകൾ പ്രവർത്തിക്കാതിരിക്കുന്നു. പിന്നെ ധനനഷ്ടം ഉണ്ടാവുന്നു. ഇനി പ്രതിരോധം എന്ന് വെച്ചാൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ജനാലക്കമ്പികൾ പെയിൻറ് അടിക്കുന്നത് തുരുമ്പിനെ തടയാം. പിന്നെ ഇരുമ്പ് കത്തികൾ എണ്ണ പുരട്ടി വെക്കുന്നതും ഇതേ കാരണത്താലാണ്.
ഇനി ഇവിടെ കറിയുപ്പ് വെച്ചിട്ടുള്ള ഒരു പ്രവർത്തനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന കറിയുപ്പ് പോലുള്ള ലവണങ്ങളുടെ സാന്നിധ്യത്തിൽ തുരുമ്പിക്കൽ പ്രക്രിയ വേഗത്തിലാകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ കടൽ തീരത്തൊക്കെ കാണപ്പെടുന്ന വീടുകളിലെ ഇരുമ്പ് ജനാല കമ്പികൾ വേഗം തുരുമ്പിക്കാറുണ്ട്. തുരുമ്പിക്കാനുള്ള കാരണമാണ് ഈ ഉപ്പിൻ്റെ അപ്പോൾ ലവണങ്ങളുടെ സാന്നിധ്യം തുരുമ്പിക്കാൻ പെട്ടെന്ന് ഉള്ള കാരണമാണ്. അന്തരീക്ഷവായുവിലെ ഓക്സിജൻ, ജലാംശം തുടങ്ങിയവയുമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. കറിയുപ്പ് പോലെയുള്ള ലവണങ്ങളുടെ സാന്നിധ്യത്തിൽ തുരുമ്പിക്കൽ വേഗത്തിലാകുന്നു. കടൽ തീരത്തുള്ള വീടുകളിലെ ഇരുമ്പ് ജനലിലെ കമ്പികളൊക്കെ വേഗം തുരുമ്പിക്കാറുള്ളത് ഇതിന് കാരണമാണ്. അതിൻ്റെ കാരണം എന്താണ്? അവിടെയുള്ള അന്തരീക്ഷവായുവിലെ ലവണങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് ഇത് നടക്കുന്നത്. രാസപ്രവർത്തന ശേഷി കൂടിയ സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കാറുള്ളത്. വായുവിലെ അസാന്നിധ്യത്തിൽ അപ്പോൾ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് അത് പൊട്ടിത്തെറിക്കത്തില്ല. നാരങ്ങ മുറിച്ച ശേഷം നന്നായി തുടയ്ക്കാതെ വെക്കുന്ന ഇരുമ്പ് കത്തി വേഗം തുരുമ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ ആസിഡുകളുടെ സാന്നിധ്യം ഇരുമ്പ് വേഗം തുരുമ്പിക്കാനേ കാരണമാകുന്നു. അലൂമിനിയവും ഇരുമ്പും ആസിഡുകളുമായി പ്രവർത്തിക്കുന്നു. അച്ചാറുകൾ, തൈര് തുടങ്ങിയ പുളിരസമുള്ള ആഹാര വസ്തുക്കൾ ഇരുമ്പ് പാത്രങ്ങളിലും അലൂമിനിയം പാത്രങ്ങളിലും സൂക്ഷിക്കാതിരിക്കാനുള്ള കാരണം ഇതാണ്. എല്ലാ ലോഹങ്ങളും ഇത്തരത്തിലുള്ള നാശനം സംഭവിക്കുന്നുണ്ടോ? എല്ലാ ലോഹങ്ങൾക്കും. സ്വർണ്ണാഭരണങ്ങൾ വായുവിൽ തുറന്നു വെച്ചാൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ഇല്ല. അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ലോഹങ്ങളാണ് നാശനത്തിന് വിധേയമാകുന്നത്. ലോഹനാശനം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? ലോഹനിർമ്മിതമായ വസ്തുക്കൾക്ക് ബലക്ഷയം മൂലം അത് പൊട്ടിപ്പോകുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ വൈദ്യുത സർക്യൂട്ടുകൾ പ്രവർത്തിക്കാതെയാകുന്നു. ധനനഷ്ടമുണ്ടാകും. ലോകമാകമാനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇരുമ്പിന്റെ ഏകദേശം 20% ഓരോ വർഷവും തുരുമ്പിച്ചു ഉപയോഗശൂന്യമാകുന്നു. അതുകൊണ്ട് ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ജനാലക്കമ്പികളൊക്കെ പെയിന്റ് അടിച്ച് സൂക്ഷിക്കുന്നത്. ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അലൂമിനിയം പാത്രങ്ങൾക്കും ഇരുമ്പ് പാത്രങ്ങൾക്കും പകരം സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ നാം കൂടുതലായി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇരുമ്പിന്റെ ഒരു ലോഹസങ്കരമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ലോഹങ്ങളെ മറ്റ് അലോഹങ്ങളുമായോ കൂടിച്ചേർത്ത് ലോഹസങ്കരങ്ങൾ അഥവാ അലോയ് ആക്കി മാറ്റുന്നു. ഇതിലൂടെ അഭിലഷണീയമായ സവിശേഷതകളുള്ള പദാർത്ഥങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം ലോഹനാശനത്തെ തടയാനും കഴിയുന്നു. വളരെ ചെറിയ അളവിൽ കാർബൺ, ഫോസ്ഫറസ് തുടങ്ങിയ അലോഹങ്ങളും ലോഹസങ്കരത്തിൽ ചേർക്കാറുണ്ട്. ഉദാഹരണമാണ് സ്റ്റെയിൻലെസ് സ്റ്റീല്, പിന്നെ പിച്ചള, വെള്ളോട് അതായത് വെങ്കലം ഒക്കെ. ആറന്മുള കണ്ണാടിയെ കുറിച്ചാണ്. ലോകപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പേര് സൂചിപ്പിക്കുന്നത് പോലെ ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കുന്നതല്ല. കോപ്പർ, ടിൻ എന്നിവ അടങ്ങിയ പ്രത്യേക ലോഹക്കൂട്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണിത്. പരമ്പരാഗതമായി നിർമ്മിക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യ ലോഹക്കൂട്ടാണ് ആറന്മുള കണ്ണാടിയുടെ സവിശേഷത. യന്ത്രത്തിന്റെ സഹായമില്ലാതെ കൈകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ലോഹങ്ങളെ ഗ്ലാസ് പോലെ മിനുസപ്പെടുത്തി എടുക്കുന്നതുകൊണ്ട് സാധാരണ കണ്ണാടി പോലെ ഇതിന് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നു. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ തുരുമ്പിക്കുമ്പോൾ അവയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന തുരുമ്പ് പാളികളായി ഇളകിപ്പോകുന്നു. കാലക്രമേണ ഇത്തരം വസ്തുക്കൾ പൂർണ്ണമായി നശിക്കുന്നതായി കാണാം. എന്നാൽ അലൂമിനിയവും കോപ്പറും അന്തരീക്ഷ വായുവുമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇരുമ്പിനെ പോലെ പൂർണ്ണമായി നശിക്കുന്നില്ല. അലൂമിനിയത്തിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന അലൂമിനിയം ഓക്സൈഡ്, കോപ്പറിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ക്ലാവ് അഥവാ ബേസിക് കോപ്പർ കാർബണേറ്റ് എന്നിവ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ ആവരണമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട്
അതുകൊണ്ട് തുടർന്നുള്ള നാശനത്തിൽ നിന്നും ഇവ സംരക്ഷിക്കപ്പെടുന്നു. എന്നാൽ ഇരുമ്പിൻ്റെ ഉപരിതലത്തിൽ തുരുമ്പ് ഒരാവരണമായി ഉണ്ടെങ്കിലും അതിൽ സൂക്ഷ്മസുഷിരങ്ങൾ ഉള്ളതിനാൽ ലോഹം വീണ്ടും അന്തരീക്ഷവായുവുമായിട്ട് നേരിട്ട് സമ്പർക്കത്തിൽ വരുന്നു. അതാണ് നശിക്കുന്നത്. ഇനി മനുഷ്യ ശരീരത്തിലെ ലോഹങ്ങൾ. മനുഷ്യ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ചില ലോഹങ്ങളുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, കൊബാൾട്ട്, സിങ്ക് തുടങ്ങിയവ ഇവയിൽ പെടുന്നവയാണ്. സ്വതന്ത്ര ലോഹങ്ങളായല്ല ഇവ ശരീരത്തിൽ കാണപ്പെടുന്നു. ശ്വാസകോശങ്ങളിൽ നിന്ന് ശരീരകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ ഇരുമ്പിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് കാൽസ്യം. എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുന്നതിനു പുറമെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കാൽസ്യം സഹായിക്കുന്നു. ശരീരത്തിന് സ്വയം നിർമ്മിക്കാനാവാത്തതിനാൽ ഈ ലോഹങ്ങളെല്ലാം ഭക്ഷണത്തിലൂടെ വേണ്ട അളവിൽ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇത്രയായിരുന്നു ചാപ്റ്റർ. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.